യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 34. ഏദോമിന് നാശം. ജനതകളെ, ജനപദങ്ങളെ, അടുത്തു വരുവീൻ, ശ്രദ്ധിച്ചു കേൾക്കുവീൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ, ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു, അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തം ഒഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്ന് നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്, രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു. അത് മേധസ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബോസനായിൽ ഒരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവും ഉണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പ് കൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിൻ്റെ ദിനവും സിയോന് വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവും ഉണ്ട്. ഏദോമിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലും ആയി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനിയൊരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. കഴുകനും മുള്ളൻ പന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകട്ട അതിൻ്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അത് ഒരു രാജ്യം അല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും. അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. അതിൻ്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപക്ഷികളുടെ താവളവും ആകും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിനെ വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമസങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴിൽ അവയെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും. പ്രിയ ദൈവജനമേ, ബാബിലോൺ പ്രവാസത്തിൻ്റെ കഠിനമായ പശ്ചാത്തലത്തിൽ യഹൂദ ജനത കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ഏദോമിനും സകല ജനതകൾക്കുമെതിരെയുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധിയാണ് യേശയ്യാ പ്രവാചകൻ്റെ ഈ 34-ാം അധ്യായം വ്യക്തമാക്കുന്നത്. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭീഷണികൾക്കിടയിൽ
പതറിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് തങ്ങളെ പീഡിപ്പിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന ഉറച്ച സന്ദേശമാണ് പ്രവാചകൻ അന്ന് നൽകുന്നത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏദോം ഇസ്രായേലിൻ്റെ ശത്രുവായി നിലകൊണ്ടിരുന്നതിനാൽ അവരുടെ നാശം ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണെന്ന് ഈ വചനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം കർത്താവിന് മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരമാധികാരം പ്രവാചകൻ ഇവിടെ വിളിച്ചോതുകയാണ്. അഹാസ് രാജാവിൻ്റെ കാര്യത്തിലോ ഹെസക്കിയ രാജാവിൻ്റെയോ കാലഘട്ടത്തിൽ ഈ പ്രവചനം ആരംഭിച്ചുവെങ്കിലും സകല തിന്മകൾക്കും മേലുള്ള ദൈവത്തിൻ്റെ വിജയം എന്ന നിലയിലാണ് ഇത് പൂർണ്ണമായും അർത്ഥമാക്കുന്നത്. ബാബിലോൺ പ്രവാസത്തിൻ്റെ വേദനയിൽ പ്രത്യാശയുടെ കതിരുകളായി ഈ വചനങ്ങൾ ദൈവജനത്തിന് മുൻപിൽ അന്ന് ജ്വലിച്ചു നിന്നു. ദൈവത്തിൻ്റെ ക്രോധം കേവലം ദേഷ്യമല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള അവിടുത്തെ നീതിപൂർവമായ ഇടപെടലാണെന്ന് ഈ ചരിത്രഘട്ടം നമ്മെ പഠിപ്പിക്കുന്നു. ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ അന്തിമവിധിയും ക്രോധത്തിൻ്റെ പാനപാത്രവും സകല ജനതകളുടെയും മേൽ ചൊരിയപ്പെടുന്നതായി യെശയ്യാ പ്രവാചകൻ ദർശിക്കുന്നു. ഭൂമിയിലെ സകലവും ദൈവത്തിൻ്റെ വാക്കിന് വഴങ്ങണമെന്നും അവിടുത്തെ ആജ്ഞാനുസരണം ആകാശവും ഭൂമിയും മാറ്റപ്പെടുമെന്നും ഈ പ്രവചനം നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യായുടെ വ്യക്തിത്വത്തിലെ അചഞ്ചലമായ ധൈര്യവും ദൈവത്തോടുള്ള വിശ്വസ്തതയും ഓരോ വാക്യത്തിലും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് കരളുരുകുന്ന പ്രവാചകൻ കർത്താവിൻ്റെ കയ്യിലെ വാൾ രക്തം കുടിച്ച് തൃപ്തമാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടുത്തെ നീതിയിലുള്ള ആത്മവിശ്വാസമാണ് വെളിപ്പെടുന്നത്. പാപത്തോടും അനീതിയോടും ഒത്തുതീർപ്പില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവം ഈ വചനങ്ങളിലൂടെ പ്രവാചകൻ വളരെ പച്ചയായി അവതരിപ്പിക്കുകയാണ്. അവിടുത്തെ കോപം പാപികളോടല്ല, മറിച്ച് പാപത്തോടാണെന്ന വലിയ സത്യം ഇതിലൂടെ നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നു. വരാനിരിക്കുന്ന വിധിയെക്കുറിച്ച് സകലരെയും മുൻകൂട്ടി അറിയിക്കുന്ന ഒരു കാവൽക്കാരൻ്റെ ദൗത്യമാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ വളരെ ഭംഗിയായി നിർവഹിക്കുന്നത്. സമകാലിക ജീവിതത്തിൽ പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശക്തികൾ വർദ്ധിക്കുമ്പോൾ ഈ പുരാതന സന്ദേശം ഇന്നും നമ്മോട് ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. ഭൗതികതയിലും അഹങ്കാരത്തിലും മുഴുകി ദൈവത്തെ മറന്നു ജീവിക്കുന്ന ആധുനിക മനുഷ്യന് ഈ അധ്യായം ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ദൈവത്തിൻ്റെ വിധി നടപ്പിലാകുമ്പോൾ സകല ആഡംബരങ്ങളും ശൂന്യമാകുമെന്നും മരുഭൂമിയിലെ വന്യമൃഗങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരിടമായി പാപത്തിൻ്റെ സാമ്രാജ്യം മാറുമെന്നും വചനം പറയുന്നു. അഴിമതിയും പീഡനങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ദൈവത്തിൻ്റെ നീതി വൈകിയാലും അത് ഉറപ്പായും വരുമെന്ന സത്യം നമുക്ക് വലിയ ആശ്വാസമാണ്. ആധുനിക വെല്ലുവിളികളെ നേരിടാൻ ദൈവവചനമെന്ന വാൾ കയ്യിലേന്തണമെന്നും അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കരുതെന്നും പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകം നൽകുന്ന വ്യാജ സുരക്ഷിതത്വത്തിൽ മയങ്ങിക്കിടക്കാതെ ആത്മീയമായ ഉണർവോടെ ജീവിക്കാൻ ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന് മുൻപിൽ സകലരും വിനീതരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യം നമ്മിൽ ഉളവാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിധി പ്രസ്താവനകൾക്കിടയിലും ദൈവത്തിൻ്റെ കരുണയുടെയും പുനരുദ്ധാരണത്തിൻ്റെയും നേർത്ത രശ്മികൾ ഈ അധ്യായത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടുത്തെ ആത്മാവാണ് സർവ്വതിനെയും ഒരുമിച്ച് കൂട്ടുന്നതെന്നും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നും വിട്ടുപോയിട്ടില്ലെന്നും പറയുന്നത് അവിടുത്തെ വിശ്വസ്തതയെയാണ് സൂചിപ്പിക്കുന്നത്. മെശിഹായുടെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന വിശ്വാസികളായ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു വലിയ ആഹ്വാനമായി ഈ പ്രവചനത്തെ കാണാവുന്നതാണ്. ലോകത്തിൻ്റെ നാശം എന്നതിലുമുപരി തിന്മയുടെ അന്ത്യവും ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനവുമാണ് നാം പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടത്. നീതിമാന്മാർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാകണം നമ്മുടെ ഒക്കെ ക്രൈസ്തവ ജീവിതം. കർത്താവിൻ്റെ വരവ് പ്രകാശത്തിൻ്റേതാകണമെങ്കിൽ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് അവിടുത്തെ കരുണയ്ക്കായി നാം ഇപ്പോൾ തന്നെ മുറവിളി കൂട്ടണം. ഓരോ നിമിഷവും അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയുള്ളവരായിരിക്കാൻ ഈ വചനങ്ങൾ നമ്മെ നിരന്തരം പ്രോത്സാഹിപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ ഈ അധ്യായത്തിലെ ദർശനം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ദൈവത്തിലുള്ള ശരണത്തിൽ ഉറച്ചു നിൽക്കാനാണ് സഹായിക്കേണ്ടത്. സകലത്തെയും പുതുതാക്കുന്ന കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ഈ വചനങ്ങൾ വലിയ പ്രചോദനമേകട്ടെ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്നും അത് നിശ്ചിത സമയത്ത് പൂർത്തിയാകുമെന്നുമുള്ള സത്യം നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. നമ്മുടെ കുറവുകളെ ദൈവത്തിന് സമർപ്പിക്കുകയും
അവിടുത്തെ വഴിയിലൂടെ നടക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്താൽ, ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്താൽ വലിയ വലിയ അനുഗ്രഹം നമ്മെ തേടിയെത്തും. പ്രവാചകൻ കണ്ട ആ വലിയ വിധി ദിവസം നീതിമാന്മാർക്ക് സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദിനമായി മാറുമെന്ന് നമുക്ക് ഉറച്ച് തന്നെ വിശ്വസിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയിൽ ആശ്രയിച്ച് അവിടുത്തെ രണ്ടാം വരവിനായി ഉണർന്നിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.